ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 3 ബെഡ്റൂമുള്ള ഒരു 2 നില വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്കൊരു 13 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കാവിൻപുറം എന്നാണ്. നമ്മുടെ പുളിയറക്കുണത്തിന് സമീപമുള്ള കാവിൻപുറം എന്നുള്ള സ്ഥലമാണ്. നമ്മുടെ ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പെൻബോളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. അവിടെ നിന്ന് നമുക്ക് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ്. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്ക് തമ്പാനൂരിൽ നോക്കി ഒരു 13 കിലോമീറ്ററൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിലെത്താം. കൂടാതെ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 350 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പം ഈ വീടിൻ്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 100 സെൻറ്റിൽ 1200 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ബെഡ്, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്കൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ ഒരു വീട് വരുന്നത്. തൊട്ടപ്പുറത്ത് ഒരു വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ സ്ലൈഡിങ് ആൻഡ് ഒരു ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 2 കുഞ്ഞു കാറാണെങ്കിൽ 2 കാർ നമുക്കിവിടെ ഇടാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും. ഒരു വലിയ കാറാണെങ്കിൽ ഒരു കാർ സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കും. തറ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് 9x5 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന സിറ്റ് ഔട്ട് വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ഫുള്ള് വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫുള്ളും തന്നെ വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് വരുന്നത്. ഫുള്ളും തന്നെ പ്ലാവിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ഡോറ് ഫുള്ളും വരുന്നത്. അപ്പോൾ ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച നമുക്ക് കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലിവിങ് ഏരിയയാണ് ആദ്യം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 13x8 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടി വി യൂണിറ്റ് ഇതാണ് വരുന്നത്. മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ മെറ്റീരിയൽ ഫുള്ളും വരുന്നത്. തറയിൽ നമുക്ക് ടൈൽ കണ്ടോ, ഈ ഒരു ഡിസൈനാണ് നമുക്കിവിടെ തറയിൽ ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 10x8 ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. തൊട്ട് ഈ ഭാഗത്തായിട്ട് തന്നെ നമുക്കൊരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്, ബാക്കി സിങ്ക്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡെക്കോറേറ്റൊക്കെ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. വലിയ മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഇങ്ങനെ അടിയിൽ വരുന്നു. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് CCTVയുടെ ക്യാമറയൊക്കെ വയ്ക്കണമെങ്കിലോ നമുക്കിവിടെ ആണെങ്കിൽ അപ്പോൾ ഇതിനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു ഡോറൊക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ടോ, നമുക്കിത് അടച്ച് കിടാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഇത്രയും ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിന് ഒരു ബെഡ്റൂം, ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 11x12 ഡയമെൻഷനിലാണ്. മുകളിൽ സീലിംഗ് ചെയ്തിട്ടില്ല, ഉണ്ടോ, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വുഡൻ ഫിനിഷുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ളത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഫുള്ള് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽ എല്ലാം തന്നെ നല്ല പ്രീമിയം ലുക്കിൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ, തറയിൽ ഗ്രിപ്പിംഗ് ഗെയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇത് സിങ്ക്, മിറർ, ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. ഷവറൊക്കെ ഇത് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നോക്കാം. ഈ ഭാഗത്താണ് ഇവിടെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കണ്ട 2 സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഗ്രിപ്പിംഗ് ഡെയിലാണ് നമുക്ക് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നുണ്ട്. അപ്പോൾ ഇത് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫുള്ളും വരുന്നത്. താഴെ ഒരു വൈറ്റും മുകളിൽ ഒരു വുഡൻ ഫിനിഷിലുള്ള ഇതാണ് നമുക്കിവിടെ ബോർഡ് വർക്കിൽ വരുന്നത്. ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ സിങ്ക് വരുന്നത്. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു കിച്ചൺ യൂണിറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി സൈഡിലുണ്ട് ഈ സ്റ്റീൽ ഹാൻഡിൽസ് ആണ് നമുക്കിവിടെ സ്റ്റെയർ കയറിൻ്റെ ഇവിടെ വരുന്നത്. പിന്നെ ഇപ്പുറത്ത് കണ്ടോ, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കയറി പോകുന്ന ഭാഗത്ത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫർഗോള ഒരു സംഭവമാണ് നമുക്കിവിടെ ലൈറ്റിങ് കയറാനായിട്ട് ചെയ്തിട്ടുള്ളത്. മുകളിലും അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, നല്ല ലൈറ്റിങ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ ബാക്കി വിശേഷം നോക്കാം. മുകളിലേക്ക് നമുക്കൊരു ലിവിങ് ഏരിയ, 2 ബെഡ്റൂമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു വലിയൊരു ലിവിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 13x12 ഡയമെൻഷനിലാണ് നമുക്ക് ഒരു ലിവിങ് ഏരിയ. ടൈലെല്ലാം സെയിം ആണ്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു TV യൂണിറ്റ് വരുന്നത്. ഇത് മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് തന്നെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്ത്
ഫസ്റ്റ് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂം നമ്മൾ താഴെ കണ്ട അതേ സൈസാണ്, 11x12 ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു വാർഡ്രോബ് താഴെ കണ്ട പോലെ തന്നെ ഒരു വാർഡ്രോബ് സെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം അത് എവിടെയാണ് വരുന്നത്. ഇപ്പോൾ ഈ PVC ഡോർ തന്നെയാണ് വരുന്നത്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു ലീഫിൻ്റെ പാറ്റേണിലുള്ള ടൈലിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ സൈഡിലാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 10x10 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മെല്ലെ പെയിൻറ്റിങ് നമുക്കൊരു ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. സെയിം മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്, ഒരു വുഡൻ ഫിനിഷ് ഉള്ളത്. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇത് എവിടെയാണ് വരുന്നത്, PVC ഡോർ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് അകത്തുണ്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് അവിടെ മിറർ, സിങ്ക്, ബാക്കി എല്ലാം വരുന്നുണ്ട്. ഷവർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ സംഭവവും നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഭാഗത്താണ് ഒരു ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. 8x4 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ഈ ചുമരിൽ നമ്മൾ കണ്ടു താഴെ കണ്ട അതേ ഒരു പാറ്റേണിലുള്ള വാൾ ടൈലിനാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കണ്ടോ, റെസിഡൻഷ്യൽ ഏരിയയാണ്, വേറെയും ധാരാളം വീടുകൾ കാണാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു ഏരിയയിലുള്ള ഒരു വീടാണ്. ഇവിടെയൊക്കെ സ്ഥലം ഇനി വീട് വയ്ക്കാനായിട്ടൊക്കെ ധാരാളം സ്പേസും കൊണ്ട് ഉടനെ തന്നെ ഇവിടെയൊക്കെ വീടുകളൊക്കെ വരുന്നതാണ്. എല്ലാം നല്ല ക്ലീനാക്കിയിട്ടുള്ള ഒരു സ്പേസാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് നമുക്ക് ടെറസിൽ കയറാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ടാണ് വരുന്നത്. അങ്ങോട്ടാണ് നമുക്ക് അതിൻ്റെ സ്പേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 45 ലക്ഷമാണ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയാണ്, അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള കൂടിയ വീടാണെങ്കിലും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വീട് വന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ കാവിൻപുറം എന്നുള്ള സ്ഥലമാണ്, ഉയർകുളത്തിന് സമീപമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.